ഉണ്ടായി അവർക്ക് നല്ല രീതിയിൽ പ്രവർത്തനം നടത്താൻ സാഹചര്യം ഉണ്ടാവണം. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഐഡന്റിറ്റി മാക്സിമം മറ്റുള്ളവരെ വിസിബിൾ ആക്കണം. നിങ്ങൾ എല്ലാവരും ഓണറബിൾ ആവണം. മറ്റു കോളേജുകളും ലോകത്തിന്റെ ഏത് പ്രോഗ്രാമുകളും നിങ്ങൾക്ക് ഉയർത്തുമ്പിലാണ്. അത് അധ്യാപകരെ കൊണ്ട് ചെയ്യിപ്പിക്കാനുള്ള വാക്കാണ്, ചെയ്യാനുള്ളതല്ല, അത് അടിമയായിട്ടല്ല, അതിൻ്റെ ഒരു ഉടമയായിട്ട് തന്നെ പറയുന്നത് ചെയ്യണം. ഇതിന്റെ പ്രോഗ്രാമുകൾ ഓർഗനൈസ് ചെയ്യണം, നിങ്ങൾ കാണിക്കണം. നിങ്ങൾ കേവലം 16, 17 ഉള്ള കുട്ടികളൊന്നുമല്ല, നിങ്ങൾ 20 ഒരു പൗരന്മാരായിരിക്കുക. പൗരന്മാരാകുക എന്ന് പറഞ്ഞാൽ സമൂഹത്തിന്റെ ആവശ്യങ്ങൾക്ക് അനുസരിച്ച് പ്രവർത്തിക്കേണ്ട ആളുകളായി മാറണം. ആ ഒരു ഗൗരവത്തിലായിരിക്കണം കലാലയത്തിലെ ഓരോ സമയം ചെലവഴിക്കേണ്ടത്. ഇവിടെ ഞാൻ ഉൾപ്പെടുന്ന അധ്യാപകരെല്ലാവരും വെണ്ടർമാരാണ്. നിങ്ങളുടെ സ്വയം നിർണയ അവകാശത്തെ നിങ്ങൾ തിരിച്ചു പിടിക്കണം. നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന തരത്തിലേക്ക് ഉയരേണ്ടതായ സാഹചര്യങ്ങൾ ഒരുക്കാൻ നിയോഗിക്കപ്പെട്ട സെർവന്റുകൾ മാത്രമാണ് ഞങ്ങൾ എന്നുള്ളത് കുറച്ച് ബോധ്യമുണ്ട്. അപ്പോൾ ഈ പരിപാടിക്ക് എല്ലാ പിന്തുണയും യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തു നിന്നുണ്ടാവും. അതോടൊപ്പം തന്നെ ബാബുവേട്ടൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നതാണ്. ബാബുവേട്ടൻ്റെ വളരെ സൂക്ഷ്മമായ ശ്രദ്ധ കാലിക്കറ്റ് സർവകലാശാല സെന്ററിലേക്ക് ഉണ്ടാവണം. നമുക്കിത് വലിയ ഡിപ്പാർട്ട്മെന്റുകളുള്ള ഒരു നാളുകളിൽ 200-200ഓളം കുട്ടികൾക്കായി തുടങ്ങി അത് 500 ഒക്കെ ആക്കുന്ന തരത്തിലേക്ക് ഏറ്റവും ഇന്നോവേറ്റീവായിട്ടുള്ള കോഴ്സുകൾ തുടങ്ങുന്ന സെന്ററാക്കി മാറ്റണം. നമ്മുടെ പാലക്കാട് ജില്ലയിൽ ഏറ്റവും നൂതന കോഴ്സ് എവിടെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റി സെന്റർ ഗുരുവായൂർ ഉണ്ട് എന്ന് പറയാനുള്ള സാഹചര്യം ഇന്നുണ്ട്. വളരെ എളുപ്പത്തിൽ കോഴ്സുകൾ കൊടുക്കാൻ പറ്റും. അധ്യാപകർ അതിനനുസരിച്ച് വേണമെന്ന് മാത്രം പറയുകയാണ്. അതുപോലെ ബാബുവേട്ടൻ്റെ വലിയ വാക്കുകൾക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. ഉദ്ഘാടനത്തിന് വേണ്ടി ബാബുവേട്ടനെ ക്ഷണിക്കാം.